ഹായ്, ജബ്ബാർ പെർല വീണ്ടും. ഓക്കെ, എന്താ ഇത് അടുപ്പൊക്കെ വെച്ചിട്ട് ഗ്യാസൊക്കെ വെച്ചിട്ട് എന്ന് വിചാരിക്കണം. എന്താണെന്നറിയോ, ഞാൻ ഇന്ന് വൈകുന്നേരം ഇവൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇവിടെ ഇരുന്നിട്ട് എപ്പോഴും സംസാരിക്കും, പല കാര്യങ്ങളും, പാട്ടിൻ്റെയും പിന്നെ യൂട്യൂബിൻ്റെ ഒക്കെ സംസാരിക്കും. അങ്ങനെയാണ് വ്ളോഗിൻ്റെ പ്ലാന് പോലും ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ ചിന്തിച്ച് കൂട്ടിയത്. ഓക്കെ, കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇന്ന് ഞാൻ വന്നിട്ട് അവൻ പറഞ്ഞു എൻ്റെ ഒരു അടിപൊളി ഒരു ചിക്കൻ കറി ഉണ്ട്, അത് കഴിച്ചിട്ട് നീ പോയാൽ മതി. ഞാൻ എന്നെ സ്വന്തം റെസിപ്പി, ഒരു സ്ഥലത്തും ഇല്ല, യൂട്യൂബിലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഒന്ന് രാത്രി ചെയ്യാം, വീഡിയോ ചെയ്യാം. റെസിപ്പി അങ്ങനെ ആർക്കും അറിയാത്ത റെസിപ്പി ആണെങ്കിൽ നമുക്ക് അറിയണ്ടേ, അവൻ പറയണ്ടേ, ഇല്ലേ? പറയില്ല, തീർച്ചയായിട്ടും പറഞ്ഞു. അപ്പൊ വെറും 4 ചേരുവ എന്നൊക്കെ പറയുന്നത്, സാധനമൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെറും 4 ചേരുവകൾ കൊണ്ടുള്ള ചിക്കൻ കറി അല്ല, കുറേ മസാല കൂട്ടൊന്നും ഇല്ലാണ്ട്. ഇല്ല, യൂട്യൂബിൽ ഉണ്ടാവൂലെന്ന് ഉറപ്പാണ്. ഇല്ല 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 ഞാൻ കണ്ടിടത്തോളം ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ചേരുവകൾ കാണാം. ജബ്ബു ഏതെല്ലാം എന്തൊക്കെയാ സാധനങ്ങൾ പറഞ്ഞ? ഇത് 2 കിലോ ചിക്കനാണ് ഇതിലുള്ള. ഓക്കെ, 2 കിലോ 2 kg ചിക്കൻ, ബോൺലെസ് ഒന്നല്ല, സാധാ ചിക്കൻ. അതുപോലെ തന്നെ 100 ഗ്രാം മുളക്. ഓക്കെ, ഏതൊക്കെ മുളക്? 2 മുളക് മിക്സാ? 2 മുളക് മിക്സ്. അതായത് നമ്മൾ ഇതിനെന്ത് പറയുന്നത്, നമ്മൾ ഇവിടെ വള്ളിമുളക്. ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഓക്കെ, ഒരു 2-3 ചെറുനാരങ്ങ. അങ്ങനെ ഒരു സൈസ് ഇത് ഇവിടെ ഉണ്ടായതല്ലേ? ഇത് എന്റെ വീട്ടിൽ തയ്യാറാക്കുന്ന ചെറുനാരങ്ങ, എന്റെ വീട്ടിലുള്ളത്. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ പാകത്തിന് ഉപ്പ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ വറ്റൽ മുളകിനെ കുറച്ച് വേവിച്ചെടുക്കണം വെള്ളത്തിൽ. ഇത് കുതിർത്തെടുത്തതല്ലേ? ഇത് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തല്ലേ? കുതിർത്തല്ല, കഴുകിയെടുത്ത. ഓക്കെ ഓക്കെ ഓക്കെ. ആദ്യമായി അടുപ്പ് കത്തിച്ചിട്ട് ഓക്കെ അതിന്മേൽ വെള്ളം വെച്ചു. ഓക്കെ, വെള്ളം വെച്ചത് വെള്ളത്തിന്റെ കണക്ക് മുളകിനനുസരിച്ചിട്ടല്ലേ? അങ്ങനൊന്നുമില്ല. ഇത് വെള്ളം തിളച്ചപ്പാടെ നമുക്ക് ഇതെടുത്ത് ഊറ്റാണ്ടതാണ്. ഓക്കെ, പിന്നെ മിക്സിയിലിട്ട് അരക്കാനുണ്ട്. ഓക്കെ, ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം വ്ളോഗിൽ പറഞ്ഞിരുന്നു ഞങ്ങളെ ഭാഷയുടെ പ്രശ്നം. ഞങ്ങൾ മാക്സിമം ശുദ്ധ മലയാളം സംസാരിക്കാൻ ശ്രമിക്കും, പക്ഷെ അത് കാസർഗോഡ് മലയാളത്തിലായിരിക്കും അവസാനിക്കുക. ഓക്കെ ഓക്കെ. പോയില്ലേ? അതെ 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 അതെ. ഇത് തിളക്കോളം വെക്കും. അത് അതിന്റെ ടൈം. ഇത് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെക്കും. അതിൽ നിന്ന് മുളകെടുത്ത് മിക്സിയിലൊന്ന്. ഓക്കെ ഓക്കെ. ഇത് എത്ര സമയം വെക്കേണ്ടതുണ്ട്? ഇത് വെള്ളം തിളക്കും വരെ. ഓക്കെ ഓക്കെ. തിളച്ച പാടെ നമുക്ക് എടുത്ത് മാറ്റാം. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോൾ ചെറുനാരങ്ങ പിഴിയണം അല്ലേ? അതെ അതെ. ഇത് എന്തിലേക്ക് ആഡ് ചെയ്യണം? മുളകിലേക്കാണോ ചിക്കനിലേക്ക്? ഇത് നമ്മള് ഇപ്പോൾ മുളക് മിക്സിയിലിട്ട് അടിക്കാറില്ലേ? ഓക്കെ, അതിന്റെ ഒന്നിച്ച് ചേർക്കാൻ വേണ്ടി. അപ്പോൾ ചിക്കനിൽ ആഡ് ചെയ്യേണ്ട? ചിക്കനിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ ചെറുനാരങ്ങ യൂസ് ചെയ്യണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന ചെറുനാരങ്ങ എത്ര എണ്ണം അടിക്കേണ്ടത്? അതൊരു 4-5 5 അല്ലേ? 4 മതി അല്ലേ? അങ്ങനെ തിളച്ചിട്ടുണ്ടല്ലേ ജബ്ബാറെ? അതെ അല്ലേ? അപ്പോൾ ഇനി എന്താണ് അടുത്ത പരിപാടി? ഇനി അടുത്ത പരിപാടി നമുക്ക് ഇതിനെ മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന്. അതെങ്ങനെയാ? പേസ്റ്റ് രൂപത്തിലല്ല? അല്ലല്ല, ചെറുതായിട്ട് ചെറുത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇടിച്ച മാതിരി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ മിക്സിയിലിട്ട്. ഓക്കെ, അപ്പോൾ വെള്ളം ഊറ്റിയല്ലേ? വെള്ളം എടുത്ത് കഴിഞ്ഞു ഇതിന്റെ. ഓക്കെ, ഇതിനെ മിക്സിയിലോട്ട് ഇട്ട് കളയാം. ഓക്കെ. ഓക്കെ, ഇതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ മിക്സ് ചെയ്യും അല്ലേ? പേസ്റ്റ് ആക്കിയിട്ട് അടിക്കും. എല്ലാം അതടിക്കാം നമുക്ക്. ഒന്നിച്ചടിക്കും അല്ലേ? ഓക്കെ. ജബ്ബാർ, അത് മിക്സ് ആക്കി അല്ലേ? അത് നമ്മള് മിക്സിയിലിട്ടിട്ട് ചെറുതല്ല, ഇതുപോലെ ഈ പരുവത്തിൽ മിക്സ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. ഇതിലിപ്പോ ചെറുനാരങ്ങയും വറ്റൽമുളകും പാകത്തിനുള്ള ഉപ്പും മാത്രം, അത്രയും. ഓക്കെ, ഇത് അതിന്റെ വെള്ളം മിക്സി കഴുകിയ വെള്ളം നമുക്കിതിന്. ഓക്കെ, ഇനി ഇപ്പോൾ ചിക്കനിലേക്ക് നമുക്കിത് ഓക്കെ 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 മിക്സ് ചെയ്യണം ചിക്കനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കണം. ഓക്കെ, വെളിച്ചെണ്ണ കളവുണ്ടോ? ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. അവരവരെ ആവശ്യത്തിനനുസരിച്ചിട്ട്. ഓക്കെ ഓക്കെ. ഞാനിപ്പോൾ ഇത്ര വെളിച്ചെണ്ണ എടുത്ത ഇതിലൊരു
അരക്കപ്പോളം ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ എന്നിട്ട് നമുക്കതിന് ചിക്കനിട്ട് ആദ്യം പിന്നെ നമ്മുടെ മിക്സ് ചെയ്തെടുത്ത മുളക്. ഓക്കെ. ഓക്കെ. പിന്നെ കഴുകിയെടുത്ത വെള്ളം കുറച്ച് മിക്സ് ചെയ്ത് എന്നിട്ട് അതിനെ നന്നായി നമുക്കൊന്ന് ഇളക്കാനുണ്ട്. മിക്സ് ചെയ്തെടുക്കാം. ചിക്കനും ഇതും തമ്മിലുള്ള മിക്സ് ആക്കി നടക്കുകയാണല്ലേ? അതെ അതെ. അടിപൊളി മഴയാട്ടാ പുറത്ത്. നല്ല മഴയത്ത് നല്ല എരിവുള്ള അടിപൊളി സാധനമായിരിക്കും അല്ലേ? നല്ല അടിപൊളി സാധനമാണ് അല്ലേ? അടിപൊളി, ഒന്നും നോക്കണ്ടത്. നല്ല അടിപൊളി. ടേസ്റ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞാൽ മതി. ഓക്കെ. കുട്ടികൾക്കെല്ലാം എരിവിന്റെ പ്രശ്നമൊന്നും വരില്ലല്ലോ? ഓക്കെ. ഓക്കെ. ആഹാ ആഹാ ആഹാ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. 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 അപ്പോൾ മിക്സിങ് കഴിഞ്ഞു. നമ്മൾ മിക്സിങ് കഴിഞ്ഞു. ഓക്കെ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുക. ഓക്കെ. ഓക്കെ. ഗ്യാസ് ഓൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് അടുപ്പത്ത് വെക്കാം. ഓക്കെ. അപ്പോൾ കറിവേപ്പില ലോ ഫ്ലെയിമിലൊന്ന് ഓക്കെ ലോ ഫ്ലെയിം ചെയ്തിട്ട് ഓക്കെ വേവിച്ചെടുത്താൽ മതി. കറിവേപ്പില അങ്ങനെ ഒന്നും വേണ്ട. ഒന്നുമില്ല, വേറെ മസാലപ്പൊടികൾ ഒന്നും വേറെ ഒന്നുമില്ല. ആവശ്യമാണെങ്കിൽ ഇട്ടാൽ മതി. നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. അത് ഇങ്ങനെയാണ് ചെയ്ത് ടേസ്റ്റ് അതിന്. ഇപ്പോൾ എത്ര സമയം ഇത് വെക്കേണ്ടത്? ഏകദേശം ഒരു 15-20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ. അത് കഴിഞ്ഞ് നമുക്ക് കംപ്ലീറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് വരും. ഓക്കെ. ജബ്ബാറ അടിപൊളി മണം വരുന്നുണ്ട് കേട്ടാ. സൂപ്പർ മണമല്ലേ? മണം മാത്രമല്ല, നീ കഴിഞ്ഞ സമയം ആയാ? കഴിഞ്ഞു സപ്ലൈ ചെയ്യുന്നല്ലേ? ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓക്കെ. എന്താ അടിപൊളിയാവാ. ഇത്ര ആ വെള്ളത്തിൽ തന്നെ തിളച്ചതല്ലേ? അതെ. ഓക്കെ. ഓക്കെ. വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അല്ലേ? ഓക്കെ. ഓക്കെ. സെർവ് ചെയ്യാൻ വേണ്ടി അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടാ?